ഹായ് ഫ്രണ്ട്സ്, നമ്മ വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൃക്കാർത്തിക, എൻ്റെ നാളും കൂടിയാണ്. പിന്നെ പിന്നെന്താ, തൃക്കാർത്തികയായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിൽ ഓടിയെത്തുന്നത് ദീപാലങ്കാരങ്ങളാണല്ലേ. ദീപാലങ്കാരത്തെ പറ്റി തന്നെ കുറേ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ആഘോഷിക്കണം. അവർ ഭയങ്കര നല്ല രീതിയിൽ ആഘോഷിക്കും. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ. എന്നാൽ പോലെ അവർക്കാണത് കാർത്തികമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ദേവിയുടെ ജന്മദിനമായി ഒന്ന് പറയുന്നുണ്ട്. പിന്നെ കാർഷിക വിളവെടുപ്പിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ തിന്മയ്ക്കെതിരെ നന്മ ജയിച്ചതായി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഐതിഹ്യങ്ങൾ അതിലൂടെ ഉള്ളതും കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദീപാലങ്കാരത്തോടൊപ്പം തന്നെ കാച്ചിൽ, ചേന, ചേമ്പ്, പിന്നെ കൂവ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുഴുങ്ങി ദേവിക്ക് വയ്ക്കുക, ഒരു കരിക്കും കൂടെ ആയിട്ട്. പിന്നെ എന്താ, ഇലയടയോ അങ്ങനെ എന്തെങ്കിലും കൂടെ ഒക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് ദേവിയെ ആനയിച്ചെല്ലാം കൊടുക്കുന്നതായിട്ടൊക്കെ ഒരു ചടങ്ങ് നമ്മൾ പണ്ട് പോലെ ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചേട്ടൻ്റെ വീട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ചേട്ടൻ, അച്ഛൻ, അമ്മ, ചേച്ചി ഇത്രയും ഇറങ്ങുന്ന ഒരു കുടുംബമായിരുന്നു അവരുടേത്. ചേച്ചിയെ കെട്ടിച്ച് കായംകുളത്തോട്ട് വിട്ടു. പിന്നെ ചേട്ടൻ മാത്രമായ സമയത്ത് എൻ്റെ രംഗപ്രവേശം ഞാനും ചെന്നിട്ടും അവരുടേതായിട്ടുള്ള ആ കീഴ്വഴക്കങ്ങളിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ചാൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ക കൃഷിക്കാരനാണ്. ചേന, ചേമ്പ്, കാച്ചിൽ, നനകിഴങ്ങ്, കൂവക്കിഴങ്ങ്, ചെറുകിഴങ്ങ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടുകയും, പിന്നെ പശുവുണ്ട്, ആടുണ്ട്, കോഴികളുണ്ട്, ഇങ്ങനെ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു വളക്കുഴി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാർത്തിക ദിവസത്തിലാണെങ്കിൽ വീടെല്ലാം അലങ്കരിച്ചെല്ലാം സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ കാച്ചിൽ, ചേനയൊക്കെ പുഴുങ്ങി ഇതുപോലെ ഭഗവാന് നിവേദിച്ച് ദേവിക്ക് നിവേദിക്കുകയും കരിക്ക് ഒക്കെ വയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നിട്ട് വിളക്ക് കൊളുത്തുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ ഈ വളക്കുഴിയിൽ പന്തം വയ്ക്കും. പാടത്ത് പന്തം വയ്ക്കാറുണ്ട്. പിന്നെ മാവ്, തെങ്ങ്, പ്ലാവ് ഇതിൻ്റെയൊക്കെ മൂട്ടിലൊക്കെ കൊളുത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ നല്ല നീറ്റാക്കും. അന്നേരം ഇപ്പം പാടങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം അവർ. പക്ഷേ ഈ ഇത് ഇങ്ങനെ എന്താ ഐതിഹ്യം പോലെ പറയുകയാണെങ്കിൽ പോലും അതിൽ ശാസ്ത്രീയപരമായിട്ടുണ്ട് കേട്ടോ. പാടത്തൊക്കെ ഈ ടൈമിൽ എന്തോ ഇത് ചാഴിയൊക്കെ ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ ഈ പന്തം കൊണ്ട് വയ്ക്കുമ്പോൾ ആ പുക കൊണ്ട് അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുന്നു പറയുന്നുണ്ട്. പിന്നെ വളക്കുഴിയിലൊരു പുഴുവും കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനൊരു ചൂട് നല്ലതാണെന്ന് പറയും. മാവിനും എല്ലാം മറ്റു തെങ്ങിനൊക്കെ ചെള്ളൊക്കെ ഇറങ്ങുന്ന അതിന് ഈ പുക കയറുമ്പോൾ നല്ലതെന്ന് പറയും. അപ്പോൾ അങ്ങനെ പണ്ടത്തെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തന്നെ നോക്കിയാലും ഇന്നത്തെ ശാസ്ത്രീയപരമായിട്ട് നോക്കുമ്പോൾ കുറേ അധികം അതിൽ കറക്റ്റായിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ വീട് അപ്പോൾ കുടുംബ വീട്ടിൽ പിന്നെ ഞങ്ങൾ വീട് വെച്ചിങ്ങ് മാറിയപ്പോൾ അച്ഛനും അമ്മയും മാത്രമായി അവിടെ. അവർ 8-10 വർഷം അവിടെ താമസിച്ചു. അപ്പോൾ അച്ഛന് സുഖമില്ലാതായി, അമ്മയ്ക്കും സുഖമില്ലാതൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിന്നപ്പോൾ കായംകുളത്ത് ചേച്ചിയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ നിലവിൽ കായംകുളത്താണ് അവിടെ കൊണ്ടാക്കിയിരിക്കുകയാണ്. അന്നേരം ഈ കാർത്തികയ്ക്ക് നമുക്ക് അച്ഛൻ തന്നെ നട്ടിട്ട് പോയിട്ടതായിട്ടുള്ള കാച്ചിൽ, ചേമ്പൊക്കെ ഉണ്ട്. വാഴയൊക്കെ കുലച്ച് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി ഇന്ന് വിളവെടുത്ത് കൊണ്ടുവരാം. നമുക്ക് ഇന്ന് വിളവെടുക്കുകയല്ല, ഇന്ന് കാർത്തികയ്ക്ക് വേണ്ടി നമ്മൾ ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ പോയി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊലയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊല പഴുക്കുള്ളൂ. അപ്പോൾ 3-4 ദിവസത്തേക്ക് മുമ്പേ പോയി വാഴക്കൊലയൊക്കെ വെട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ വീട്ടിലോട്ട് പോയി എടുത്തേക്കുന്ന വീഡിയോ നമുക്ക് കാണാം. അതൊരിപ്പം ആരും ചെല്ലാത്തത് കൊണ്ട് നല്ല കാട് പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. കാണാൻ നല്ല പ്രകൃതി രമണീയം, അതായത് ഒരു കാട്ടിൽ ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക്. അതിപ്പോഴല്ല, എപ്പോഴും നമ്മളവിടെ താമസിക്കുമ്പോഴും അങ്ങനെയാണ്. കാര്യം വെച്ചാൽ നിറയെ മരങ്ങളുണ്ട്. ഒരു മുള നിൽപ്പുണ്ട്, വലിയൊരു മുള വലുതായിട്ട് ഇങ്ങനെ വീട്ടിൻ്റെ മണ്ടയിൽ കൂടി അങ്ങ് പടർന്ന് നല്ല നല്ല തണുപ്പാണ്. കാറ്റ് വരുമ്പോൾ ഒരു ചെറിയ മുള, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ഥലമാണ്, നല്ല തണുപ്പുള്ള അത് ഈ മരങ്ങളെല്ലാം നമ്മളത് അവിടെ താമസിക്കുമ്പോൾ ഓടിട്ടൊരു വീടാണ് അവിടെ അത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പം ഞങ്ങളത് കൊടുക്കാനുള്ള പ്ലാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം ആ സ്ഥലമൊക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞോളൂ. പിന്നെ നമുക്കത് വില ഈടാക്കിയെടുക്കാം കേട്ടോ. ഞങ്ങളതിപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം അച്ഛനും അമ്മയും അവിടെയാണ്, ഞങ്ങൾക്കും അങ്ങോട്ട് പോയി നോക്കാനൊന്നുള്ള ഒരു ഇതില്ല. അപ്പോൾ അതിനെ ഞങ്ങൾ വിൽക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളിതിൽ നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് ആ കാടും സ്ഥലങ്ങളും കാച്ചിൽ വെട്ടാൻ പോകുന്നതും എല്ലാം പോയി കാണാം. അപ്പോൾ എല്ലാവരും വായോ എൻ്റെ കൂടെ നമുക്ക് പോയി കണ്ടച്ചും വരാം.
കൊതുകിനെ എത്തിച്ചോ അമ്മ? അതൊന്ന് മാറ്റി വെച്ചിട്ട് കൊതുക് പാക്ക് നല്ല വലിയ പാവ. വീഡിയോ എടുത്തിരിക്കുകയാണ് കേട്ടോ. ആ ചെടിയൊക്കെ എടുക്കണം. വരണം വരണം മക്കളെ, തയ്യാറായി. ഹായ് ഗൈസ്, ഞാനിന്ന് കുറച്ച് അധ്വാനത്തിലാണ്. ഞങ്ങളുടെ സ്ഥലത്തിൽ ഇതാ കാച്ചിൽ നട്ടേക്കുന്നത് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാർത്തിക വരെയല്ലേ, കുറേ സാധനങ്ങൾ വെട്ടിയിട്ടുണ്ട്, എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പം ഏതാണ്ട് കഴിയാറായി.
കണ്ടോ. ഒന്ന് പൊട്ടാതെ നമുക്ക് എടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം ആഴത്തിലുണ്ടെന്ന് അറിഞ്ഞൂടാ. ആ കുറച്ച് വെള്ളം, അത്ര വലുതല്ല. അതാ വരുന്നുണ്ട്. പൊട്ടുന്നു. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അടുത്തല്ല കേട്ടോ, അത് ചേട്ടൻ്റെ സ്ഥലത്തിലാണ്. നമുക്ക് ചേട്ടൻ്റെ അച്ഛൻ്റെ സ്ഥലം. ഇത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തല്ല കേട്ടോ, ഇത് ചേട്ടൻ്റെ ഷെയർ കിട്ടിയ സ്ഥലമാണ്. ഇവിടെ നട്ടതാണെങ്കിൽ അച്ഛനാണ്. അച്ഛൻ ഇപ്പോൾ കായംകുളത്താണ്. ഞാൻ പറഞ്ഞില്ലേ അന്ന് പോയി ഞാൻ മരിച്ചിരിയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതൊക്കെ അവിടെ നിന്നാണ്, കായംകുളം. അപ്പോൾ ഇത് നമുക്ക് പൊട്ടാതെ എടുക്കാൻ നോക്കാം. അത് അച്ഛനൊരു സന്തോഷമാവും ഇത് കാണുമ്പോൾ. വീഡിയോ അത്ര വലുതല്ല, എന്നാലും നമുക്ക് ആവശ്യത്തിനുണ്ട്. കണ്ടോ ഗായ്സ്, ചെറുതായാലും വലുതായാലും നമ്മളെ വീട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമല്ലേ അല്ലേ. പുളി കത്തിക്കാൻ പറ്റുന്നില്ല, ഉച്ചത്തെടുത്തോണ്ടൊന്ന്. ഹായ് ഗായ്സ്, കണ്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഞാൻ പോയി ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാകാൻ നട്ടത് അച്ഛനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ്റെ അച്ഛനാണ് നട്ടത്. പാവം ഇവിടെ ഇല്ല, കായംകുളത്താണ്. ഈ വീഡിയോ കാണുമ്പോൾ അച്ഛന് സന്തോഷമാവും. അടുത്ത കാച്ചിൽ കണ്ടോ നമുക്ക്. ഇത് എൻ്റെ ചെറിയ വിത്ത്, ഇതാ വിത്ത് കൊടുത്തതാണേ. വേറെ വെക്കുമ്പോൾ കിടക്കുന്നു. ഇതാ നല്ല അധ്വാനത്തിലാണ്. അടുത്ത് നമുക്ക് ബാക്കി വെട്ടാം. നല്ല നീലക്കച്ചിൽ കണ്ട മുട്ട പോലെ ഇരിക്കുന്നു. പൊട്ടിപ്പോയേ, ഇനിയുണ്ട് അടിയിലോട്ട്. അടിയിലോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ആണ്. ഇത്തിരി പണിയാവുന്നാണ് തോന്നുന്നത് എടുക്കാൻ. നമുക്കുള്ളതല്ലേ, എടുത്തല്ലേ പറ്റൂ. കൊണ്ടു കവറുകൾ ഒരു കല് പറ്റിയോ. അപ്പോൾ ഗൈസ്, കാച്ചിൽ തോണ്ടി ഇവിടം വരെ ആയി. ഞാൻ തളർന്നു. ഇനി അത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും ഇപ്പോൾ റെസ്റ്റ് ടൈമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി ഒന്ന് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട, അങ്കു എന്നാണ് ഈ ചേച്ചിയുടെ പേര് കേട്ടാ. ഞങ്ങളിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ താമസത്തിന്. അപ്പോൾ ചേച്ചി ഒന്ന് വിശേഷമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് പറയേച്ചി. കണ്ട, അതാണ് അങ്കു ചേച്ചി ഞങ്ങളാ. അതിൻ്റെ അപ്പുറത്തുള്ള പിന്നെ അങ്കിളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവന്ന് ഒരു ഫ്രൂട്ടൊക്കെ തന്നിട്ട് പോയത് കേട്ടോ. അത് തന്നെ. ചേച്ചി കഴിച്ചാ? അതെ. അപ്പോൾ കേട്ടോ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി പണിയിലേക്ക് വീണ്ടും തുടങ്ങാം. ഇതിന് ഇനി എങ്ങോട്ടോ എവിടം വരെ ഉണ്ടെന്നറിയില്ല, അത് അനങ്ങുന്നില്ല. അല്ല, ഒരു പെണ്ണും ഒരാണ്. അവളാണ് ഇവിടെ ചുമ്മാ റെസ്റ്റ് എനിക്ക് വീട്ടിൽ പോണം. ഇപ്പൊ എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയപ്പോ പോണ്ട നല്ല കാറ്റും കിട്ടി. നല്ല കാറ്റ് അവിടെ വേർക്കുന്നേ ഇല്ലല്ലേ. കണ്ടോ, വേർക്ക് പോലെ വന്നിട്ടില്ല. കൊതു മാത്രം.
കുറച്ച് അങ്ങ് ആക്കിയാലേ ഇറങ്ങുള്ളൂ. ഇത് ഡൈനോസറിന്റെ അല്ലാണെന്നാണ് തോന്നണം. എനിക്ക് അങ്ങനെ തോന്നണം. പാതാളം വരെ കാണുമായിരിക്കും ഈ കാര്യം. മാറിയ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൾ വരുന്നുണ്ട്. പാരയിട്ട് കുത്തി പൊക്കി എടുത്തപ്പോൾ അതിന് വന്നുകൊണ്ട് ഇത് കൃഷിക്കാരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഗൈസ് വെട്ടോത്തി നമ്മാട്ടിയിലൊന്നും നിന്നില്ല, കുന്താലിയിൽ ഞാൻ പിന്നെ അവസാനം പാരയിട്ട് കുത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വേണം കൊണ്ടുപോകാൻ. കണ്ടോ, അപ്പം അങ്ങനെ കാച്ചിരുന്നത്തെ കാർത്തികയ്ക്ക് പ്രാവശ്യം സൂപ്പറായിട്ടുണ്ടേ. നമ്മുടെ വീട്ടിലെ ഓരോരുത്തർ കിടന്നേ ഒരു പനി പോലും പറഞ്ഞില്ലല്ലേ, ഒരു പനി പോലും പറഞ്ഞില്ലല്ലോ. ബ്ലഡ് ക്ലോട്ടായി അറ്റാക്ക് വരുന്നു, സൈലന്റ് അറ്റാക്ക്. അന്നൊക്കെ അങ്ങനെയല്ലേ പിന്നെ എല്ലാരും പോവല്ലേ, ഞാൻ എങ്ങനെ. കണ്ടോ ഗൈസ്, കാർത്തികുട്ടന്റെ പുതിയ സീറ്റ്. ഇവിടെ ഇത്ര മൊത്തം കാടാണ് കേട്ടോ. ഉണ്ടോ മരം, പേരമരം പുഴുതടക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിറയെ കാടും ഒരുമാതിരി കിടക്കണോണ്ടേ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സീറ്റ് കിട്ടിയപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ടേ. അന്തരീക്ഷം കണ്ടില്ലേ, ഇങ്ങനെ നല്ല തണുപ്പാണ് ഇവിടെ. നമ്മൾ അവിടുത്തെ പോലെയല്ല, കാരണം നിറയെ വലിയ ഒരു വേപ്പ് മരം, മഹാഗണി, തേക്ക്, പ്ലാവ്, മാവ്, അങ്ങനെയുള്ള വാഴയും പുളി എല്ലാ മരങ്ങളും ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ തണലും കൊണ്ട് അങ്ങനെ സുഖത്തിലിരിക്കുകയാണ്. അതാണിപ്പം ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത്. ഹായ്, ഞങ്ങൾ കൃഷി വിളവെടുപ്പൊക്കെ ചെയ്ത് ഞാൻ ഒരുപാട് ടയർഡായി കേട്ടോ. അപ്പം നമ്മുടെ പേരമരം അങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടേ, അത് ഞങ്ങൾ കുറച്ച് ഒരു ഉല്ലാസം കേട്ടെ, എന്താണ് വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിരുന്നു. നല്ല സുഖമുണ്ടായി കാറ്റ് കുറച്ച്. ഇതെന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുന്ന കാന്താരി മുളക് പഴുത്ത് നിൽക്കുകയാണേ. ഇതും കൂടെ കൊണ്ടുപോയി ഞങ്ങളിന്ന് കപ്പ പുഴുങ്ങി കാന്താരി മുളക് ചമ്മന്തിയുമായിട്ട് കഴിക്കുന്നത് കാണിച്ചു തരാമേ.